കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസ് അതിജീവിത റോഡിൽ നിൽപ്പ് സമരം നടത്തി. അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ നൽകിയ അപേക്ഷയിൽ മറുപടി വൈകിപ്പിച്ചു എന്നാരോപിച്ചാണ് സമരം കടുപ്പിക്കുന്നത്. കഴിഞ്ഞ 6 ദിവസമായി കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരത്തിലാണ് അതിജീവിത. ഗൈനക്കോളജിസ്റ്റ് KV പ്രീതയെ കുറ്റവിമുക്തയാക്കിയ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടാണ് അതിജീവിത സമരത്തിനിറങ്ങിയത്. വിവരാവകാശ കമ്മീഷനിൽ ഹയർ അപ്പീൽ വരെ നൽകിയെങ്കിലും റിപ്പോർട്ട് വൈകി. ഒടുവിൽ സമരം ശക്തമായതോടെ 5.5 മാസത്തിന് ശേഷം നടപടികൾ ആരംഭിച്ചു. പിന്നാലെയാണ് അതിജീവിത സമരത്തിന്റെ രൂപം മാറ്റിയത്. ഇന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇന്ന് അവര് ഇങ്ങോട്ട് മറുപടി ചോദിച്ചുകൊണ്ട് ലെറ്റർ അയക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇതുവരെ ആയിട്ട് അവരൊരു മറുപടി തരാത്തതിൽ പ്രതിഷേധിക്കുന്നുണ്ട്. താൽക്കാലികമായിട്ട് ഇങ്ങനെ ഒരു പ്രതിഷേധം അവർക്കൊരു താക്കീതാണ്. എന്തെങ്കിലും ഒരു മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിലും ഗുരുതരമായിട്ട് ശക്തമാക്കിയിട്ട് സമരം ഉണ്ടാവും. പോലീസും വിവരാവകാശ കമ്മീഷനും ഒത്തുകളിക്കുകയാണെന്ന് സമരക്കാർ ആരോപിക്കുന്നത്. ഇത്രയും സെൻസേഷൻ ആയിട്ടുള്ള ഇത്രയും വളരെ വിവാദമായിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരു അതിജീവിത ഒരു പെറ്റീഷൻ കൊടുത്തിട്ട് അതിൽ ഒരു അപ്പീൽ കൊടുത്തിട്ട് 5.5 മാസം ഇത് ചോദ്യം ജനങ്ങൾ അറിയണം, സമൂഹത്തിലെ മുഴുവൻ ആളുകൾ അറിയണം. അതിനുവേണ്ടി തന്നെയാണ് കമ്മീഷൻ ഓഫീസിന് മുന്നിലെ റോഡിൽ നടത്തിയ നിൽപ്പ് സമരം അവസാനിപ്പിച്ചതിന് പിന്നാലെ DIGയെ കണ്ട സംഘം നടപടി വേഗത്തിലാക്കാമെന്ന ഉറപ്പ് സമ്പാദിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.